ഫൈനലി നമ്മുടെ മാരേജ് കഴിഞ്ഞ് നമ്മളുടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഹോട്ടലിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഇത് ഭുവനേഷ്. അതെ, കേരളത്തിൽ ഇത്രയും മൊഞ്ചുള്ള ചെറുപ്പക്കാരുണ്ടായിട്ടും നമ്മൾ അനുമോള് അങ്ങ് തമിഴ്നാടിന്റെ മരുമകളായി പോയല്ലോടാ. നിങ്ങളൊക്കെ കല്യാണം കൊടുക്കുന്നു എന്നുള്ള ഫ്ലെക്സും തൂക്കിയിട്ട് ഇങ്ങനെ നടന്നോളി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതെ, ഇന്നലെ നമ്മൾ സാക്ഷ്യം വഹിച്ചത് രാജ്യം നടുങ്ങുന്ന ഒരു വിവാഹത്തിനായിരുന്നു. ആരെയും അറിയിക്കാതെ നടത്തിയിട്ട് പോലും സോഷ്യൽ മീഡിയ കുലുങ്ങുന്ന രീതിയിൽ, അതായത് കഴിഞ്ഞ ആഴ്ച ഏറ്റവും അധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത വിഷയം ഒരു ഒളിച്ചോട്ടമാണെങ്കിൽ ഈ ആഴ്ച നമ്മൾ നെഞ്ചിലേറ്റിയ മറ്റൊരു താരം, അതേ സോഷ്യൽ മീഡിയയിലൂടെ നെഞ്ചിലേറ്റി, അതിനുശേഷം സ്റ്റാർ മാജിക്ക്, അതിനുശേഷം ബിഗ് ബോസിലൂടെ ജനങ്ങൾ നെഞ്ചിലേറ്റിയ അനുമോളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ച തന്നെ സോഷ്യൽ മീഡിയയിൽ ആഞ്ഞടിക്കുന്നതിനോടൊപ്പം ചില നഗ്ന സത്യങ്ങൾ. എന്താണ് സംഭവിച്ചത്? ഏറെ ഞെട്ടലോടെ അല്ലാതെ ഈ ഒരു വിവാഹത്തെ നമുക്ക് കാണാൻ കഴിയില്ല. എവിടെയാണ് മലയാളികൾക്ക് പിഴച്ചത് തന്നെയാണ് ഈ ഒരു വിഷയം. പലരും പ്രതിപാദിക്കുന്നു, ചർച്ച ചെയ്യുന്നു, പലരും റിയാക്ഷനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്താണ് സംഭവിച്ചത്? അതേ, മലയാളി യുവാക്കൾ ഭയക്കേണ്ടതുണ്ടോ? ഈ ഒരു വിഷയം പ്രമുഖ ചാനലുകൾ ഒന്നും എന്തുകൊണ്ടായിരിക്കാം ഇതുവരെ ഒരു അന്തിച്ചർച്ചയ്ക്ക് എടുക്കാതിരിക്കുന്നത്? ഏറെ ഞെട്ടലോടെ അല്ലാതെ ഈ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനാവില്ല. എന്താണ് സംഭവിച്ചത്? വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്ന വീഡിയോ ഒന്നിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതായത് 4 വർഷത്തെ പ്രണയത്തിന് ശേഷം അനുമോൾ വിവാഹിതയായിരിക്കുകയാണ്. അനുമോൾ കല്യാണം കഴിച്ചിരിക്കുന്നത്, അനുമോൾക്ക് ഇതിനു മുമ്പ് നിരവധി പ്രണയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്നാൽ അനുമോൾ ഇപ്പോൾ കല്യാണം കഴിച്ചിരിക്കുന്നത്, അതായത് തൻ്റെ ജീവിത സഖനായിട്ട് അനുമോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു തമിഴ് വംശജൻ. പൂർണ്ണമായും തമിഴ് എന്ന് പറയാനാവില്ല. ഓനൊരു ആന്ധ്ര സ്വദേശി കൂടിയാവാൻ, ഹൈദരാബാദ് സ്വദേശി കൂടിയാവാനുള്ള സാധ്യതയുണ്ട്. ഓൻ്റെ പേര് ഭുവനേശ്വർ എന്നാണ്. കൂടുതലും ഹൈദരാബാദ് സ്വദേശികൾക്കാണ് ഭുവനേശ്വർ എന്നുള്ള പേരുണ്ടാകുക. ഒരുപക്ഷെ ഹൈദരാബാദിലും മോനിക്ക് വേരുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള സപ്പോർട്ട്, അതായത് ഈ ഒരു മാരേജിന് പൂർണ്ണമായും അനുമോൾക്ക് സപ്പോർട്ട് കൊടുക്കണം. അനുമോളുടെ ഒരു നല്ല ദാമ്പത്യത്തിന് എല്ലാവിധ ആശംസകളും നമ്മൾ നേരുന്നു. ബിഗ് ബോസിൽ അനുമോളുടെ ഗെയിമൊക്കെ ഇഷ്ടപ്പെടാത്തവരും ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഉണ്ട്. ഒരുപാട് ഹേറ്റേഴ്സും അതിനൊപ്പം തന്നെ വലിയ രീതിയിലുള്ള സപ്പോർട്ടേഴ്സും ഉള്ളൊരു സെലിബ്രിറ്റി തന്നെയാണ് അനുമോൾ. എന്നാൽ ഈ ഒരു വിഷയത്തിൽ അനുമോൾക്കെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട്, അതായത് അനുമോളുടെ കല്യാണം വലിയ രീതിയിൽ തന്റെ ഫാൻസ് ആഘോഷമാക്കുമ്പോൾ അനുമോൾക്കെതിരെ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള സൈബർ അറ്റാക്ക് ഉണ്ടാവുന്നു. ചില കമന്റുകൾ വായിച്ചതിന് ശേഷം എന്താണ് ഇവിടെ സംഭവിച്ചെന്ന് ഡീപ്പായിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇവിടെ കൂടെ എത്ര നാൾ അയാൾ ജീവിക്കുമോ കണ്ടറിയാം. കള്ളി നുണച്ചി, കുലസ്ത്രീക്ക് പ്രായം കൂടിപ്പോയി, വല്ല ഷൂട്ടും ചെയ്താവാം. ആ ചെക്കൻ അറിഞ്ഞ് മെട്രോ ട്രെയിനിന് തലവെക്കുമോ? തങ്കച്ചന്റെ ശാപം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും. തങ്കച്ചൻ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന കേട്ടു. അനീഷ് ചേട്ടനെ പോലെ ആവുമോ? 3 മാസം, അതിനു മുമ്പ് അവൻ രക്ഷപ്പെടും. 3 മാസത്തിനുള്ളിൽ ചെക്കനോടി രക്ഷപ്പെടും. ഈ വണ്ടി തമിഴ്നാട്ടിലേക്ക് പോയ കാരണം മലയാളികൾ രക്ഷപ്പെട്ട് പിരിയാതിരുന്നാൽ നന്ന്. എന്ത് പറഞ്ഞാലും ഈ കേരളം തങ്കച്ചൻ വിതുര എന്നൊരു വ്യക്തിയാണ് പ്രതീക്ഷിച്ചത്. ഇല്ലെങ്കിൽ കണ്ട ഷോ ഊമ്പൽസ് ആയിരിക്കും അല്ലേ? ഈ വണ്ടി തമിഴ്നാട്ടിലേക്ക് പോയത് ഏറെ നന്നായി. അയ്യോ പാവം, കുലസ്ത്രീ തുണിയില്ലാതെ നിൽക്കുന്നു. എന്തൊരു വേഷം! ഈ കിളവയ്ക്ക് ഒരു സാരി ഉടുത്തുകൂടെ? പിന്നെ അങ്ങോട്ട് വരുന്നത് വളരെ മോശം. അതായത് ഈ ഒരു പഹയൻ, സുന്ദരനായ ഈ ഒരു പഹയൻ ഹോമോസെക്ഷലാണ്, ബൈസെക്ഷലാണ് എന്ന തരത്തിലൊക്കെയുള്ള കമന്റുകൾ ധാരാളം വന്നിട്ടുണ്ട്. ഇനിവേ, എന്തുകൊണ്ടായിരിക്കാം ഇത്രയും അധികം വൈകാരികമായി മലയാളികൾ ഈ ഒരു വിഷയത്തിൽ പൊട്ടിത്തെറിച്ചിരിക്കുന്നത്? മറ്റൊന്നുമല്ല, നമ്മൾ നെഞ്ചിലേറ്റി വളർത്തി വലുതാക്കിയ ഒരു താരം, അതായത് അനുമോളെ നമ്മൾ നെഞ്ചിലേറ്റിയാണ് വളർത്തി വലുതാക്കിയത്. ആ ഒരു താരത്തെ അന്യ സംസ്ഥാനക്കാരൻ തട്ടിക്കൊണ്ടുപോകുന്നു. ഒരു വ്ളോഗർ പങ്കുവച്ച ഒരു വീഡിയോ ഞാനിവിടെ വെക്കാം. കേരളത്തിൽ ഇത്രയും മൊഞ്ചുള്ള ചെറുപ്പക്കാരുണ്ടായിട്ടും നമ്മൾ അനുമോള് അങ്ങ് തമിഴ്നാടിന്റെ മരുമകളായി പോയല്ലോടാ. നിങ്ങളൊക്കെ കല്യാണം കൊടുക്കുന്നു എന്നുള്ള ഫ്ലെക്സും തൂക്കിയിട്ട് ഇങ്ങനെ നടന്നോളി. അത് ന്യായമായ സംശയമാണ്. അതായത് ഇതിനു മുമ്പും നമ്മൾ നിരവധിയായി കണ്ടുകൊണ്ടിരിക്കുന്നത് പേളിമാണി ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ മറ്റൊരു സെലിബ്രിറ്റി താരമായ KKGയുടെ മകളായ ഓസിമോൾ ഉൾപ്പെടെയുള്ള ആളുകൾ, നയൻതാര ഉൾപ്പെടെയുള്ള ആളുകൾ കല്യാണം കഴിച്ചിരിക്കുന്നത് ഇതേ ഒരു പാറ്റേണിലാണ്. അതായത് നമ്മൾ നെഞ്ചിലേറ്റി വളർത്തി വലുതാക്കുന്നത്, പക്ഷേ കല്യാണം കഴിക്കാൻ വേണ്ടി തൻ്റെ ആത്മസഖനായി ഒരു പഹയനെ തമിഴ്നാട്ടിൽ നിന്നോ കോടാമ്പാക്കത്ത് നിന്നോ കൊണ്ടുവരുന്ന ഒരവസ്ഥ. ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. എന്താണ് ഇതിനെ പിന്നിലെ
വലിയ കാരണമെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം മലയാളികളായ ഓരോ പഹയന്മാരും മനസ്സിലാക്കണം. ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി മുൻപോട്ട് പോയാൽ മാത്രമേ വരും കാലങ്ങളിൽ ഈ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് മലയാളി പഹയന്മാർക്ക് കരകയറാൻ സാധിക്കൂ. എന്താണ് സംഭവിച്ചത്? ഞാൻ 1-2 വീഡിയോ ക്ലിപ്പിങ്ങുകൾ വെക്കാം. പിന്നെ പരിചയപ്പെടുത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഇത് ഭുവനേഷ്. അതെ, കുറേ വരുന്ന വഴി ഞാൻ കുറേ വിശേഷങ്ങളൊക്കെ പറയാം. എന്താണ്, എങ്ങനെയാണ്, അറേഞ്ച്ഡ് ആണോ, ലവ് മാരേജ്, നിറയെ ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും. ഇതെന്താ, എങ്ങനെ കണ്ടുമുട്ടി, എങ്ങനെയാണ് തമിഴ് മലയാളം എന്നൊക്കെ, അതൊക്കെ വഴിയെ പറയാം. എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ എപ്പോഴും വേണം. പിന്നെ വേറെന്താ, ഭുവനേഷിന് എന്താ പറയാനുള്ളത്? ஃபைனலி ரிவீல் பண்ணிட்டா. 4 நாளுக்கு அப்புறம் പറഞ്ഞോ, സംസാരിച്ചോ, എന്താ പറയല്ലേ? ഞാൻ ഇപ്പൊ റിവീൽ ചെയ്തു ഇതാണ് ഭുവനേഷ്. ഓക്കെ, അപ്പോൾ മതിയെന്ന് പുള്ളി കുറച്ചേ സംസാരിക്കുള്ളൂ. അതെ, അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് ഞാൻ വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നോക്കുക, വളരെ സൈലന്റ് ആയിട്ട് ഓള് പറയുമ്പോൾ മാത്രം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഹയൻ, നല്ല സ്മാർട്ടായിട്ടൊരു പഹയനാണ്. വ്ളോഗറോ സാമൂഹിക പ്രവർത്തനോ ഒക്കെയാണ്. ചില സീരിയലിലും സിനിമകളിലുമൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ഇനിവേ അത്തരത്തിലുള്ളൊരു പഹയനെ കല്യാണം കഴിച്ചപ്പോൾ 3 മാസത്തിനുള്ളിൽ ഇത് നശിക്കുമെന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് അതിന് സാധ്യത വളരെ കുറവാണ്. എന്തുകൊണ്ട് കുറവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കണക്കുകൾ പറയുന്നത് അതേ ആ ഒരു നടുക്കുന്ന യാഥാർത്ഥ്യം. അതായത് കേരളത്തിൽ നിന്നും തമിഴ് വംശജരായ പഹയന്മാരെ കല്യാണം കഴിച്ചിട്ടുള്ള ആളുകളിൽ ഭൂരിഭാഗം പേരുടെയും ദാമ്പത്യ ജീവിതം വളരെ വിജയമാണെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അതെ, എല്ലാ കണക്കുകളും അതാണ് പറയുന്നത്. അതായത് അമല പോൾ ഒഴികെയുള്ള തമിഴ് സംവിധായകൻ ML വിജയുമായി ആദ്യ വിവാഹം വേർപിരിഞ്ഞ അമല പോൾ ഒഴികെ ഭൂരിഭാഗം ആളുകളുടെയും ദാമ്പത്യ ജീവിതം വിജയമാണ്. ചുരുക്കം ചില ഉദാഹരണങ്ങൾ ഒഴിച്ചാൽ 99.9% ഇത്തരത്തിൽ കല്യാണം കഴിച്ചിട്ടുള്ള ആളുകൾ വിജയകരമായി ജീവിക്കുന്നു. ഏറെ നടുക്കത്തോടെ അല്ലാതെ ഈ ഒരു വാർത്ത നമുക്ക് കേൾക്കാൻ സാധിക്കത്തില്ല. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്? അത് വളരെ വിശദമായി ഇതിന് ചൂണ്ടിക്കാണിക്കുന്ന ചില കാരണങ്ങൾ വൺ ബൈ വൺ ആയിട്ട് ചെക്ക് ചെയ്യാം. കരിയർ കണ്ടിന്യൂറ്റിയാണ് ആദ്യം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള പഹയന്മാരെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ കരിയർ നിന്ന് പോകില്ല. അതായത് തങ്ങളുടെ കരിയർ മുന്നോട്ട് പോകാൻ അവർ യാതൊരു തടസ്സവും പറയില്ല. ഹോം കെയറിങ്, അതായത് വീട്ടുജോലി അടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഓസിമോൾ അടക്കം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വീഡിയോകളിൽ അത് വ്യക്തമാണ്. അശ്വിൻ ഗണേഷ് എന്ന് പറയുന്ന ആ ഒരു പഹയൻ ഓൻ്റെ വാപ്പയും ഉമ്മയും മീനപ്പനെയും പോലും വിട്ടിട്ട് ഈ ഒരു വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. ശ്രീനിഷ് എന്ന് പറയുന്ന പഹയന്റെ കാര്യം എടുത്താലും മറിച്ചല്ല, ഓനും വലിയ രീതിയിൽ ഹോം കെയറിങ് അവിടെ നടത്തുന്നു. അതുകൊണ്ട് തന്നെ ഹോം കെയറിങ്ങിൽ വലിയ രീതിയിൽ ഒരു തൽപരരായി ഇത്തരം ആളുകളെ കാണുന്നു എന്നുള്ളത് ഏറെ എടുത്തു പറയേണ്ട കാര്യമാണ്. മൂന്നാമതായി വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് അടിമക്കണ്ണ്. അതായത് ഒരു അടിമക്കണ്ണായി എബ്രഹാം ലിങ്കൻ ഈ ഒരു സംഭവം നിർത്തലാക്കിയെങ്കിലും ഒരു അടിമക്കണ്ണായി ഇത്തരം ആളുകൾ വർദ്ധിക്കുന്നു എന്നുള്ള വലിയ ആരോപണമുണ്ട്. പക്ഷേ ഒരു പരിധിവരെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഇത്തരം ആളുകളെയാണ് ഇഷ്ടപ്പെടുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ വീട്ടുകാരെ ഉപേക്ഷിച്ച് തങ്ങളോടൊപ്പം കൂടുക സാധാരണ നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കല്യാണം കഴിക്കുന്ന ആളുകളിൽ കണ്ടുവരാത്തൊരു പ്രവണതയാണ്. മീനപ്പൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം. ഓസിമോളുടെ സ്വന്തമായി പൂർണ്ണമായുമായ ഒരു പഹയം മാറിക്കഴിഞ്ഞു. ഗണേശിന്റെ കാര്യത്തിൽ മറ്റേ ശ്രീനിഷിന്റെ കാര്യത്തിലും അവസ്ഥ മറിച്ചല്ല. അത്തരത്തിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ ഇത്തരം ആളുകളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ പൂർണ്ണമായും അവരുടെ സ്വന്തമാക്കി മാറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വീട്ടുകാരുടെ അനാവശ്യ ഇടപെടൽ ഇതിൽ നിന്നും ഒഴിവാക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. കെയറിംഗ് ആണ് ഏറ്റവും എടുത്തു പറയുന്നത്. ഇത്തരം ആളുകൾ വലിയ കർക്കശക്കാരല്ല. അതായത് വലിയ രീതിയിൽ ഈ പറഞ്ഞ കണക്ക് കർക്കശമായ നിലപാടുകൾ എടുക്കുക, ശകാരിക്കുക, അടിക്കുക, മദ്യപിച്ച് വഴക്കുണ്ടാക്കുക, അടിക്കുക, ദുർശീലം, ഇത്തരം കലാപരിപാടികൾ ഒന്നുമില്ലാത്ത പഹയന്മാരാണെന്നാണ് പറയുന്നത്. മറ്റൊരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഇത് അനുമോളുടെ കാര്യത്തിലല്ല, പൊതുവിൽ ചിന്തിക്കുന്നത് അവിഹിതം നടത്തുന്നവരല്ല ഇക്കൂട്ടർ എന്നാണ്. അതായത് തങ്ങളുടെ ഭാര്യമാർക്ക് ഒരു റിലേഷൻ ഉണ്ടെന്ന് അറിഞ്ഞാൽ പോലും അത് കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകുന്ന പഹയന്മാർ. ഈ 3 പേരുടെയും കാര്യത്തിലല്ല ഞാൻ പറയുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾ പൊതുവെ അവരുടെ ഒരു പ്രവണത അത്തരത്തിലാണെന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ പഹയന്മാരാണെങ്കിൽ അവസ്ഥ ഇതല്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 3 മാസത്തിനകം പിരിയുന്ന ഒരവസ്ഥയാണ്. സെലിബ്രിറ്റി ആണെങ്കിലും അല്ലെങ്കിലും ഇത് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ.
അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളെ കല്യാണം കഴിക്കുന്നത് എന്തുകൊണ്ടും സേഫ് ആണെന്നുള്ള ഒരു നിരീക്ഷണത്തിലാണ് വിദഗ്ധർ എത്തി നിൽക്കുന്നത്. അത് വലിയൊരു ഭീഷണിയായി നമ്മുടെ കേരളത്തിലുള്ള പഹയന്മാർക്ക് മാറുന്നുവെന്ന് മനസ്സിലാക്കുക. ഈ ഇങ്ങനെ കമൻ്റ് ഇട്ട് മെഴുകാതെ എന്താണ് ഇവിടെ സംഭവിച്ചത്, എവിടെയാണ് പിഴച്ചത്? മലയാളികളായ പഹയന്മാർക്ക് പെണ്ണ് കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് നിലവിൽ 6 ആണിനൊരു പെണ്ണെന്നുള്ള കണക്കാണ്. കേരളത്തിലെ അവസ്ഥ അതാണ്, 6 ആണിന് ഒരു പെണ്ണ്. അതൊരു പക്ഷേ 13 ആണിനൊരു പെണ്ണെന്നുള്ള രീതിയിൽ ഭാവിയിൽ മാറിയേക്കാം. കൂടുതൽ അന്യ സംസ്ഥാനക്കാർ, അതായത് ബംഗാളികളെ കല്യാണം കഴിക്കാൻ ചില വിമുഖത ചിലർ കാണിക്കുന്നുണ്ടെങ്കിലും ബംഗാളികളടക്കം കേരളത്തിൽ നിന്ന് നിലവിൽ കല്യാണം കഴിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭീഷണി ഇത് ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കെയറിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ കോഴി ബിരിയാണി, കുഴിമന്തി, ഷവായ, ശാരദ ഷേക്ക് തുടങ്ങിയ സാധനങ്ങൾ മാത്രം മേടിച്ചു കൊടുത്തുകൊണ്ട് കാര്യമില്ല. ഇനി സെക്സിന്റെ കാര്യം എടുത്താൽ സെക്സ് മാത്രം ചെയ്യുന്ന ഒരു പഹയനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ഒരുപോലെ ചെയ്തതിന് ശേഷം ഉപദ്രവിക്കാത്ത ഒരു മറുവാക്ക്, അതായത് എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു കെയറിങ് ഏട്ടായി മാറുന്ന പഹയന്മാർ, വലിയ രീതിയിൽ വോയിസ് എടുക്കാത്ത പഹയന്മാരെയാണ് പ്രത്യേകിച്ചും ഇത്തരക്കാർ ആഗ്രഹിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിമോളുടെ ഈ ഒരു തീരുമാനം ഏറ്റവും ഉചിതമായ തീരുമാനമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഒരുപക്ഷെ ഈ പറയുന്ന കണക്ക് തങ്കച്ചെമ്പുതിര അല്ലെങ്കിൽ മറ്റേതെങ്കിലും പഹയന്മാരെ കേരളത്തിൽ നിന്നും അനുമോൾ കിട്ടിയിരുന്നെങ്കിൽ ഉറപ്പായും അത് 2 or 3 അതിലധികമോ മാസത്തിനുള്ളിൽ അതൊരു വടക്ക് ബന്ധത്തിലേക്ക് പോകുമായിരുന്നു. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ ഒരു പ്രശ്നവും അനുമോളെ ബാധിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഇനി കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരു വീഡിയോ ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.